ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമുക്ക് അധികം പരിചയമില്ലാത്ത ആരെങ്കിലൊക്കെ നമ്മളോട് പെട്ടെന്ന് നമ്മുടെ ഫോൺ വാങ്ങുകയാണ്. ഫോൺ ഒന്ന് തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫോണിലുള്ള പല പല കാര്യങ്ങളും അതിൽ കിടക്കുന്നുണ്ട്. അവരൊന്ന് പെട്ടെന്ന് മറ്റാരെങ്കിലും വിളിക്കാൻ വേണ്ടി ഒരു ഫോൺ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കുന്ന സമയത്തോ നമുക്ക് ഇത് എങ്ങനെയാണ് ഒരു പ്രത്യേക ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് പലർക്കും അറിയുന്ന വീഡിയോ ആണ്, പക്ഷെ ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് അറിയുന്നവരാണോ അല്ല അറിയാത്തവരാണോ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മളോട് ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പെട്ടെന്ന് ഭയങ്കര മടിയായിരിക്കും. കാരണം നമ്മുടെ ഫോണിലുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരുടെ കയ്യിലേക്ക് കിട്ടില്ല എന്നുള്ളൊരു പേടിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള പല അക്കൗണ്ട്സും അവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ള പേടിയുണ്ടാവും. അതിനുള്ള ചെറിയൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാം. എല്ലാ ഓപ്ഷൻസും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല പല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴേക്ക് കാണുന്ന യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷൻ ചില ഫോണുകളിലൊക്കെ യൂസേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ആ യൂസേഴ്സ് അക്കൗണ്ട്സ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് കാണാം മൾട്ടിപ്പിൾ യൂസേഴ്സ് പറയുന്ന ഓപ്ഷൻ. യൂസറിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് പറയുന്ന ഓപ്ഷൻ ചില ഫോണുകളിലൊക്കെ സെറ്റിംഗ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം മൾട്ടിപ്പിൾ യൂസേഴ്സിന്റെ തൊട്ട താഴെയായിട്ട് യൂസർ എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ് അഡ്മിൻ. നമ്മളിപ്പോൾ അതാണ് വരുന്നത്. അതിന്റെ താഴെയായിട്ട് ഗസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, മുകളിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, നമുക്ക് ഒന്നോ രണ്ടോ അക്കൗണ്ട്സ് നമുക്ക് ഒരു ഡിവൈസ് തന്നെ രണ്ടാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പെട്ടെന്ന് ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലേക്ക് കളിക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ആഡ് യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു യൂസറെ കൂടി നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചില ആപ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ രണ്ട് ഫോണിലും ഒരേപോലെ തന്നെ ഒരു ഫോണിൽ തന്നെ രണ്ടെണ്ണം ആണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് തന്നെ രണ്ടെണ്ണത്തിലും അത് വർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ അലൗ കോൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വരുന്ന കോളുകൾ കാര്യങ്ങൾ വിളിക്കാനും അങ്ങോട്ടേക്ക് വിളിക്കാനും നമുക്ക് വരുന്ന കോളുകളൊക്കെ ഒരേപോലെ വരും. അതുകൊണ്ട് അലൗ കോൾസ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അലൗ കോൾസ് ക്യാൻസൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോൾസിന്റെ കാര്യം ഓക്കെ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് എന്റർ കൊടുക്കുക. എന്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ചെയ്യട്ടെ എന്ന് ചോദിക്കുക. അതായത് പുതിയൊരു ഫോണിലേക്ക് സ്വിച്ച് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പുതിയ രീതിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വിച്ച് ടു ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ജസ്റ്റ് സ്വിച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ സർപ്രൈസ് ആവും. കാരണം പുതിയൊരു ഫോൺ പോലെയായി മാറുകയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ഫോണിൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ സ്വിച്ചിങ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ ഒരു പുതിയൊരു ഫോണിലേക്ക് മാറുന്നത് പോലെ നമുക്ക് മാറി വരുന്നത് കാണാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു പുതിയൊരു ഫോണിലേക്ക് മാറിയത് പോലെയാണ് വന്നത്. അപ്പൊ നമ്മുടെ അത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഫോണിലുള്ള ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ കാണുന്നില്ല. അപ്പൊ നമുക്ക് അവർക്ക് ധൈര്യമായിട്ട് ഫോൺ കൊടുക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു ടെൻഷന്റെയും ആവശ്യം നമുക്കില്ല. ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. പല സന്ദർഭങ്ങളിലും നമുക്ക് ഇങ്ങനത്തെ ഒരു അത്യാവശ്യം വരുന്ന സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന യൂസേഴ്സ് പറയുക ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്ന് പുറത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ യൂസർ എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഓപ്ഷൻ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ എക്സിറ്റ്, ഇവിടെ ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് എന്താണ് നമ്മൾ അഡ്മിൻ നമ്മളാണ്. ഇവിടെ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യട്ടെ എന്നുള്ള, ഗസ്റ്റിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ രണ്ടാമതും നമുക്ക് സ്വിച്ച് ചെയ്തിട്ട് നമ്മുടെ പഴയ ഫോണിലേക്ക് തന്നെ മാറി വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അടിപൊളിയല്ലേ?